കേരളത്തിലെ മത്സ്യ മാർക്കറ്റുകൾ ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ലെന്ന് എളമരം കരീം എം പി. മത്സ്യവ്യാപാരികൾ കോഴിക്കോട്ട് നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം. ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സമരപ്രഖ്യാപന കൺവെൻഷൻ എളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മത്സ്യ മാർക്കറ്റുകൾ ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ലെന്നും പല വിദേശ രാജ്യങ്ങളിലും മത്സ്യ മാർക്കറ്റുകളിൽ മൂക്കുപൊത്താതെ സഞ്ചരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ വിശദമായി പഠനം നടത്തി അതിന് എന്തെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിർദ്ദേശം നൽകാൻ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയാണ് വേണ്ടത്. നിയമപരമായി എങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കാം, വ്യാപാരം നടത്തുന്നവർക്ക് നിയമ സംരക്ഷണം നൽകാൻ കേരളത്തിൽ നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തുകയോ പുതിയ നിയമം ഉണ്ടാക്കുകയോ ചെയ്യേണ്ടതുണ്ടോ എന്ന് ഗവൺമെൻറ്റാണ് ആലോചിക്കുന്നത്. ഏത് വിധേയനെങ്കിലും സംരക്ഷണം കിട്ടണം, അതിന് വ്യവസ്ഥകൾ ഉണ്ടാക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കി എന്ത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെൻറ്റിനും ഉപദേശം നൽകത്തക്ക നിലയിലുള്ള ഒരു പഠന റിപ്പോർട്ട് ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയാൽ അത് നമുക്ക് കുറച്ചുകൂടി ഗുണകരമാവും. അതിൽ വരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് യോജിക്കാവുന്നതാണെങ്കിൽ ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് ശക്തമായി നമുക്ക് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകാം. യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ തള്ളിക്കളയുകയും ചെയ്യാം. ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കാൻ ഞാൻ ഇടപെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. മത്സ്യക്ഷേമ വകുപ്പ് മന്ത്രിയെ നേരിട്ട് സംസാരിച്ച് പ്രസിഡന്റ് CM ഷാഫി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉമ്മർ വോട്ടുമ്മൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി PK ബാപ്പു ഹാജി, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൽ ഗഫൂർ, VV അനിൽ, K മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ മത്സ്യബന്ധന ഹാർബറിലെ അസൗകര്യങ്ങൾ കാരണം ആശങ്കയിലാണ് ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളികൾ. ബോട്ട്